ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്നും രഞ്ജിത്തിനെ മാറ്റുമെന്ന സൂചന അതിശക്തം. ഇത്തവണത്തെ ചലച്ചിത്രമേളയിലും സർക്കാരിന്റെ അതൃപ്തി രഞ്ജിത്തിന് വിനയാകും. ചലച്ചിത്രമേളയിൽ സർക്കാരിനെതിരായ വിമർശനങ്ങൾക്ക് ഇത്തവണ വേദിയൊരുക്കിയത് രഞ്ജിത്താണെന്നാണ് CPM വിലയിരുത്തൽ. സിനിമാ നയവുമായി ബന്ധപ്പെട്ട ഓപ്പൺ ഫോറത്തിൽ BJP ബന്ധമുള്ള സിനിമാക്കാരനെയും പങ്കെടുപ്പിച്ചു. ചലച്ചിത്ര വ്യവസായത്തോടുള്ള സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഈ ഓപ്പൺ ഫോറത്തിൽ തന്നെ തുറന്നുകാട്ടുകയും ചെയ്തു. ഇതോടെ രഞ്ജിത്തിനെതിരായ അതൃപ്തി സർക്കാരിൽ ശക്തമാവുകയാണ്. നവകേരള സദസ്സിന് ശേഷം വിവാദത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും അറിയിച്ചിട്ടുണ്ട്. അതിനിടെ സിനിമാ നയത്തിനെതിരായ ചർച്ച CPMന്റെ ശ്രദ്ധയിൽ രഞ്ജിത്ത് വിരുദ്ധർ കൊണ്ടുവന്നിട്ടുണ്ട്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ നവീകരണം ഇഴയുന്നതും കിഫ്ബിയുടെ സാമ്പത്തിക ഇല്ലായ്മയുടെ പ്രശ്നവുമെല്ലാം ഓപ്പൺ ഫോറത്തിലെത്തി. തിയേറ്ററുകളിലെ ടിക്കറ്റ് നിരക്കിൽ നിന്നും GSTക്ക് പുറമെ വിനോദ നികുതി ഈടാക്കുന്നതിനെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതാവായ സുരേഷ് കുമാർ കുറ്റപ്പെടുത്തി. കൊച്ചിയിൽ മാത്രമായി സിനിമ കേന്ദ്രീകരിക്കുന്നതിന് പരോക്ഷ കുറ്റപ്പെടുത്തലും സർക്കാരിനായിരുന്നു. സ്വന്തമായൊരു സിനിമാ നയം രൂപപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ചർച്ചയായത്. പിണറായി അധികാരത്തിലെത്തിയിട്ട് 7 കൊല്ലമായി. മലയാള സിനിമയെ സഹായിക്കാൻ എന്തെങ്കിലും ഈ കാലത്തുണ്ടായോ എന്ന സംശയമാണ് ഈ ഓപ്പൺ ഫോറം ചർച്ചയാക്കിയത്. എന്തിനാണ് ഇത്തരത്തിലൊരു വിഷയം ചലച്ചിത്രമേളയിൽ ഉൾക്കൊള്ളിച്ചതെന്നാണ് CPM അനുഭാവികളായ സിനിമാക്കാർ ഉയർത്തുന്ന ചോദ്യം. സർക്കാരിനെ ബോധപൂർവം കരിവാരി തേക്കുകയെന്ന ലക്ഷ്യം ഇതിനു പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ. സിനിമാ സൗഹൃദ സംസ്ഥാനത്തിനുള്ള പുരസ്കാരം നേടിയ സിക്കിമിന്റെ സിനിമാ നയത്തെ കേരളത്തിനും മാതൃകയാക്കാവുന്നതാണെന്ന് ഫിപ്രസി ജനറൽ സെക്രട്ടറി പ്രേമേന്ദ്ര മജുംദാർ പറഞ്ഞത് ഇടതു സർക്കാരിന് നാണക്കേടായി എന്നാണ് വിലയിരുത്തൽ. അതായത് സിക്കിമിന്റെ ആലോചന പോലും സിനിമയ്ക്ക് വേണ്ടി പിണറായി സർക്കാർ നടത്തുന്നില്ലെന്നാണ് ഓപ്പൺ ഫോറത്തിൽ ഉയർന്ന ചിന്ത. ഇത് സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഈ ഓപ്പൺ ഫോറത്തിൽ രഞ്ജിത്തും പങ്കെടുക്കേണ്ടതായിരുന്നു. സർക്കാർ വിരുദ്ധത നിറഞ്ഞ ഈ വേദിയിൽ രഞ്ജിത്ത് എത്തിയില്ല. അതിനിടെ ചലച്ചിത്ര സംഘടനകൾ, അക്കാദമി, KSFTC തുടങ്ങിയവയുടെ അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചാവണം സിനിമാ നയം രൂപീകരിക്കേണ്ടതെന്ന് ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്ത ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C. അജോയ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സിനിമാ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ അവകാശങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള സിനിമാ നയം അനിവാര്യമാണെന്നായിരുന്നു ഓപ്പൺ ഫോറം മുന്നോട്ട് വെച്ച ആശയം. ഇതെല്ലാം സർക്കാർ വിരുദ്ധ നിലപാടുകളായി CPMലെ ഒരു വിഭാഗം വിലയിരുത്തുന്നുണ്ട്. ചലച്ചിത്ര അക്കാദമിയിൽ രഞ്ജിത്തിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട നിലയുണ്ട്. സംവിധായകൻ ഡോക്ടർ ബിജുവിനെതിരായ പരസ്യ വിമർശനമാണ് ഇതിനെല്ലാം കാരണമായതും. രഞ്ജിത്തിനെ മാറ്റണമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് സൂചന. രഞ്ജിത്തിനെ നീക്കണമെന്ന് 9 ജനറൽ കൗൺസിൽ അംഗങ്ങൾ യോഗം ചേർന്ന് ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ വശവും പരിശോധിച്ചാകും തീരുമാനം. മുതിർന്ന സിനിമാക്കാരോടും മുഖ്യമന്ത്രി കൂടിയാലോചന നടത്തുമെന്ന സൂചനയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ മികച്ച നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാവണം സംസ്ഥാനത്ത് സിനിമാ നയം രൂപീകരിക്കേണ്ടതെന്ന് സുരേഷ് കുമാർ ഓപ്പൺ ഫോറത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. ജെൻഡറിനും പ്രേക്ഷകർക്കും അർഹമായ പരിഗണന നൽകണമെന്നും മിക്ക സംസ്ഥാനങ്ങളിലെയും സിനിമാ നയത്തെ ടൂറിസം നയവുമായി ബന്ധപ്പെടുത്താറുണ്ടെന്നും അഭിനേത്രി സജിത മഠത്തിൽ പറഞ്ഞു. പക്ഷേ ഇത് സാമ്പത്തിക നേട്ടം മാത്രം ലഭ്യമാക്കാതെ കലയുടെ പരിപോഷണത്തിന് ഉതകുന്നതായിരിക്കണമെന്ന് അവർ കൂട്ടിച്ചേർത്തു. സിനിമാ നയരൂപീകരണത്തോടൊപ്പം അതിന്റെ നടപ്പാക്കലിലും പൂർണ്ണ ശ്രദ്ധയും സുതാര്യതയും വേണമെന്ന് സംവിധായിക മിനി IG ഓപ്പൺ ഫോറത്തിൽ അഭിപ്രായപ്പെട്ടു.